Hello everyone, Nios College's പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ 19ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ഒരു വിപണനത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആണ് മക്കളെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററും വളരെ ഈസിയാണ്, കേട്ടിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഡേ ടു ഡേ ലൈഫിൽ, റൂട്ടീൻ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും ബിസിനസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അതേപോലെ ആ ഒരു ബിസിനസ്സിൽ ഇപ്പൊ നമുക്കറിയാം എന്താണ് വിൽപ്പന, എന്ത് വിൽപ്പന നടത്തുന്നു, വ്യാപാരം നടത്തുന്നു എന്ന് പറയും. എന്താണ് വിപണനം, മാർക്കറ്റിംഗ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഞാൻ ഇതിവിടെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ട് ഞാൻ വിൽക്കുന്നുണ്ട് എന്ന് വീട്ടുകാരോട് പറഞ്ഞാൽ കച്ചവടമാവുമോ? ഇല്ല. ഞാൻ വിൽക്കുന്ന കാര്യം നാട്ടുകാരറിയണം, അല്ലെ? ആവശ്യക്കാരറിയിക്കണം, ഉപഭോക്താവിനെ കണ്ടെത്തണം. അപ്പൊ അത് കണ്ടെത്താൻ എടുക്കുന്ന ഒരു ചാനൽ, ഒരു മീഡിയേറ്റർ ആണ് ആര് പറയുന്നത്? ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന മാർക്കറ്റിങ്ങിനെ കുറിച്ച്, വിപണനത്തെ കുറിച്ച് നമ്മൾ പറയും. ഇന്ന് മോഡേൺ വേൾഡിൽ നടക്കുന്ന മാർക്കറ്റിങ്ങിനെ കുറിച്ചും നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണെന്ന് അറിയാം. എന്താണ് മാർക്കറ്റ്? ഒരു വ്യാപാരം നടക്കുന്ന മേഖല, ഒരു വ്യാപാരം നടക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖല, ഒരു വ്യാപാരം നടക്കാൻ ഒരു ഉപഭോക്താവ് കാണുന്ന ഒരു സ്ഥലം, ഇതെല്ലാമാണ് മക്കളെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയും. മാർക്കറ്റസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാർക്കറ്റ് എന്നുള്ള ഒരു സംഭവം. നമ്മൾ പറയാം പച്ചക്കറി മാർക്കറ്റ്, മീൻ മാർക്കറ്റ്, മാംസ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചന്ത എന്ന് പറഞ്ഞു പോകൂലേ? ആ ചന്ത തന്നെയാണ് ഇവിടെ മാർക്കറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ മാർക്കറ്റ് എന്താന്ന് ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് എ മാർക്കറ്റ്? എക്സ്പ്ലെയിൻ അബൌട്ട് മാർക്കറ്റ്, ഡിസ്ക്രൈബ് അബൌട്ട് മാർക്കറ്റ്. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ? ആവശ്യ സാധനങ്ങളെ തരംതിരിച്ച് എത്തിക്കുന്ന, ഉപഭോക്താവിന്റെ കയ്യിലോട്ട് എത്തിക്കാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു മേഖല. ആ ഒരു സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു മാർക്കറ്റ് എന്ന് പറയാ. ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഒരു ഉപഭോക്താവിലോട്ട് എത്തണം, എങ്ങനെ എത്തണം, എന്തൊക്കെ കാര്യങ്ങൾ എത്ര എളുപ്പത്തിൽ എത്തണം, ഏതൊക്കെയാണെന്നുള്ളത് പറയുന്ന ഒരു സെക്ഷനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഉപഭോക്താവിന് എത്തുന്നതിനെ വിപണനം എന്ന് പറയുന്നു. ഇപ്പോ നമുക്കറിയണം, ഈ ഒരു 100 ആളുകൾ എന്താണ് അവർ ആവശ്യക്കാരെ കണ്ടെത്തുക, ആ ആവശ്യക്കാരെ തൃപ്തിപ്പെടുത്തുന്ന, സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ട് ആ കസ്റ്റമേഴ്സിനെ, ആ ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ വിപണനം നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മക്കളെ, ഈ ബിസിനസ് സ്റ്റഡീസിലെ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കുകളൊന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട്, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മാർക്കറ്റ്? നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്താ? വാട്ട് ഈസ് മാർക്കറ്റ് നോക്കി. എന്താണ് ഒരു ഹു ഈസ് എ മാർക്കറ്റർ എന്ന് നമ്മൾ നോക്കി. വാട്ട് ഈസ് ഗ്രേഡിംഗ് എന്ന് നമ്മൾ നോക്കി. അതുപോലെ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത് നോക്കി. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ വേ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ദ മോഡേൺ വേ ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ നോക്കി. ദെൻ പാക്കേജിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കി. ദെൻ മാർക്കറ്റിംഗിന്റെ റിസർച്ചിനെ കുറിച്ച് നോക്കി. ഫൈനലി ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാണ് ഒരു മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഉൽപ്പന്നത്തിന് അതിന് വിറ്റുവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കസ്റ്റമർ, ഉപഭോക്താവിന്റെ കയ്യിലോട്ട് നേരിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിൽ ജോലി സാധ്യതകൾ കൂടാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട്, ഗതാഗതം കൂടാൻ വേണ്ടിയിട്ടില്ലേ, ആ ഒരു ഗതാഗതത്തിലൂടെ ഉണ്ടാവുന്ന, രാജ്യത്തിനുണ്ടാവുന്ന ഡെവലപ്മെന്റ്, വികസനം, അതേപോലെ ജോലി സാധ്യതകൾ, ഈ ഒരു ബിസിനസ് വളർന്നാൽ മാത്രമല്ല ഈ ഒരു നാട് തന്നെ വികസിക്കുള്ളൂ, വിജയിക്കുള്ളൂ. അത്രയും ഒരു പ്രൊഡക്ഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ഒരു ബിസിനസ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ്സിനും ഉപഭോക്താവിനെ കിട്ടേണ്ട അത്യാവശ്യമല്ലേ, അനിവാര്യമല്ലേ? ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് മക്കളെ ഇവിടെ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കൊച്ചു ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നും ഏത് ചോദ്യങ്ങൾ വരികയാണെങ്കിലും ആൻസർ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ഈ ഒരു മേഖലയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരില്ല. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടിരുന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് പെന്നിലോട്ട് വരും. ഓക്കെ, അത് അങ്ങോട്ട് എടുത്ത് കാച്ചി കൊടുക്കുക, പേപ്പർ നിറക്കുക. വിൽ ഗെറ്റ് മാക്സിമം സ്കോർസ്. ഓക്കെ.